പ്രിയരെ, നിങ്ങളെല്ലാവരും +2 ഈക്വലൻസി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്നറിയാം. അതുകൊണ്ട് അതിലേക്കായി നമ്മുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ എല്ലാം ഒന്നുകൂടി പരിചയപ്പെടും. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഈസ് ദ ഓൾഡ് കപ്പിൾ ഇൻ ദ സ്റ്റോറി ദ ഗിഫ്റ്റ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ദ ഗിഫ്റ്റിലെ ഓൾഡ് കപ്പിളിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എഴുതാം. വൺസ് വി റെഡ് ദ ഗിഫ്റ്റ്, നമ്മൾ ദ ഗിഫ്റ്റ് എന്നുള്ള ആ പാഠം ഒരിക്കൽ വായിച്ചാൽ നെവർ വിൽ വി ഫോർഗെറ്റ് ദോസ് ഓൾഡ് കപ്പിൾ, നമ്മൾ ആ വയസ്സായ കപ്പിളിനെ ഒരിക്കലും മറക്കില്ല. ദേ അപ്രോച്ച് ദ ഗ്രേവ്യാർഡ് ടു സീ ദ ബെഡ്റൂം ഓഫ് ദെയർ സൺ ഹു ഹാഡ് ഡൈഡ് 35 years ago. അവർ 35 വർഷം മുമ്പ് മരിച്ച തങ്ങളുടെ മകൻ്റെ ഗ്രേവ്യാർഡിലേക്ക് പോവുകയാണ് അല്ലേ. ഗ്രേവ്യാർഡിനെ ഒരു ബെഡ്റൂമായിട്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അങ്ങോട്ട് കാണാൻ പോവുകയാണ്. ടു ദം ദെയർ 9-year-old son Chico, crazy about new toys, was lying asleep there. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ദെയർ 9-year-old son Chico, ചിക്കോ എന്ന് പറയുന്ന അവരുടെ 9 വയസ്സ് മാത്രം പ്രായമായ ആ കുട്ടി, അവനിപ്പോഴും എന്താണ്, ക്രേസി അബൌട്ട് ന്യൂ ടോയ്സ്, പുതിയ കളിപ്പാട്ടങ്ങൾക്ക് കൊതിയുള്ള ആളാണ്. ആ ആൾ വാസ് ലൈയിങ് അസ്ലീപ് ദർ, അവിടെ ഉറങ്ങുകയാണ് എന്നാണ് അവരുടെ വിശ്വാസം. ദ ഓൾഡ് ലേഡി ക്യാരിഡ് എ ബൂക്കെ ആൻഡ് ദ ഓൾഡ് മാൻ ക്യാരിഡ് എ ന്യൂ ടോയ് എയർപ്ലെയിൻ ടു ദ ടൂംബ് ഓഫ് ദെയർ സൺ. വയസ്സായ സ്ത്രീയാണെങ്കിൽ ഒരു ബൊക്കെയും വയസ്സായ മനുഷ്യനാണെങ്കിൽ ഒരു എയറോപ്ലെയിനും അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ടൂംബിൽ വയ്ക്കാൻ, അവരുടെ മകൻ്റെ ശവകുടീരത്തിൽ വയ്ക്കാൻ. ദേ വർ സോ അഫെക്ഷനേറ്റ് ടുവേർഡ്സ് ഹിം, രണ്ടുപേർക്കും ആ മകനോട് ഒരുപാട് അടുപ്പമുണ്ട്. ദേ ഷെഡ് നോ ടിയേഴ്സ് ഓർ ഡിഡ്ന്റ് മേക്ക് എനി സീൻസ്, അവർ പ്രത്യേകിച്ച് അവിടെ സീനൊന്നും ക്രിയേറ്റ് ചെയ്തില്ല അല്ലെ, അവർ കരഞ്ഞ് ബഹളം വെച്ചതൊന്നുമില്ല. ആഫ്റ്റർ ഷവറിങ് ദെയർ ഇമ്മോർട്ടൽ ലവ് ഫോർ ദെയർ സൺ, അവരുടെ അനശ്വരമായ സ്നേഹം ആ മകൻ്റെ മുമ്പിൽ പൊഴിച്ചതിന് ശേഷം ദേ ലെഫ്റ്റ് ദ പ്ലേസ്, അവർ ആ സ്ഥലം വിടുന്നു. ഗിവിങ് എ സാറ്റിസ്ഫൈഡ് സ്മൈൽ, ഒരു തൃപ്തി അടഞ്ഞ ചിരിയോടുകൂടി അവർ ആ സ്ഥലം വിടുകയാണ്. ഫ്ലോയിങ് ടൈം ഹാസ് ടോട്ട് ദം, ഒഴുകുന്ന സമയം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ടു മാനേജ് ദെയർ സോറോ, അവരുടെ ദുഃഖത്തെ മാനേജ് ചെയ്യാൻ. ആൻഡ് ടു ആക്സെപ്റ്റ് ദ റിയാലിറ്റി ഡെത്ത്, മരണമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സമയം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. Next question. Sherpas in the Avalanche. Sherpas are persons belonging to the Nepalese tribe moved from Tibet to Nepal 500 years ago. 500 വർഷങ്ങൾക്ക് മുമ്പ് ടിബറ്റിൽ നിന്നും നേപ്പാളിലേക്ക് മൂവ് ചെയ്ത നേപ്പാളീസ് ട്രൈബാണ് അല്ലെ, നേപ്പാളീസ് ഗോത്രമാണ് ഷെർപ്പാസ്. They live from agriculture and by guiding mountaineers. കൃഷി മൂലവും അതുപോലെ തന്നെ പർവ്വതാരോഹകരെ ഗൈഡ് ചെയ്തിട്ടുമാണ് അവർ ജീവിച്ചത്. ദേ ലുക്സ് പ്രിമിറ്റീവ്, അവരെ കണ്ടാൽ വളരെ പ്രിമിറ്റീവായിട്ട് തോന്നും അല്ലെ, അപരിഷ്കൃതരെ പോലെയുണ്ട്. ബട്ട് ദേ ആർ വിജിലൻറ്റ് ടു സേവ് ദെയർ ക്ലയൻസ് ലൈവ്സ് എൻഡേഞ്ചറിങ് ദെയർ ഓൺ. പക്ഷേ അവർ ശ്രദ്ധാലുക്കളാണ് അല്ലെ, വിജിലൻ്റ് ആണ്. എന്തിന്? ടു സേവ് ദെയർ ക്ലയൻസ് ലൈവ്സ്, അവരുടെ കക്ഷികളുടെ ജീവൻ രക്ഷിക്കാൻ അവർ ശ്രദ്ധാലുക്കളാണ്. എങ്ങനെ? ഈവൻ ബൈ എൻഡേഞ്ചറിങ് ദെയർ ഓൺ, സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്തിപ്പോലും അല്ലേ, സ്വന്തം ജീവനെ തൃണവത്ഗണിച്ചുകൊണ്ട് വില നൽകാതെ മറ്റുള്ളവരെ രക്ഷിക്കാൻ അവർ എപ്പോഴും സന്നദ്ധരാണ്. ദേ ക്യാരി ലഗേജ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് നീഡഡ് ഫോർ ക്ലൈംബിംഗ് മൗണ്ടൻസ് ആൻഡ് സപ്പോർട്ട് ട്രെക്കിംഗ് ടീംസ്. അവർ എന്ത് ചെയ്യുന്നു? ആ മൗണ്ടനിയേഴ്സിന് വേണ്ടിയിട്ട് ലഗേജ് ക്യാരി ചെയ്യുന്നു, അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ എക്യുപ്മെൻറ്റ്സ് എല്ലാം കയ്യിൽ കരുതുന്നു, ഇതിന് ട്രെക്കിംഗ് ടീംസിനെ സഹായിക്കാൻ. ദ സർവീസ് റെൻറ്റഡ് ബൈ ഷെർപ്പാസ് ലേക്ക് ഐല, സാക്കി, ഫുദാക്കി ആൻഡ് ആങ്ദവ. നമ്മുടെ കഥയിൽ കാണുന്ന 4 പേരാണ് അല്ലെ, 4 ഷെർപ്പാസാണ്. ആ 4 പേർക്കും ആ ഷെർപ്പാസിന് ആ മൗണ്ടനിയേഴ്സിനോടുള്ള സർവീസ് എന്ന് പറയുന്നത് വളരെ ട്രമൻഡസ് ആണ്, വളരെ വലിയ സർവീസാണ് അവർ നടത്തിയത്. വെനെവർ ദ അറ്റ്മോസ്ഫിയർ ചേഞ്ച്ഡ്, എപ്പോഴെല്ലാം അന്തരീക്ഷം മാറുന്നുവോ, എങ്ങനെ? ഡ്രാസ്റ്റിക്കലി, വളരെയധികം അല്ലേ, ഭീതിജനകമായ രീതിയിൽ അന്തരീക്ഷം മാറുന്നുവോ. ആൻഡ് ത്രെറ്റൻഡ് ഹെർസോഗ് ആൻഡ് ടീം, ഹെർസോഗിനെയും ടീമിനെയും അത് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത്, കാലാവസ്ഥ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ദേ എക്സ്റ്റെൻഡഡ് ദെയർ ഹാൻഡ്സ് ടു റെസ്ക്യൂ ദം, അവർ അവരുടെ കൈകൾ നീട്ടുകയാണ്, അവരുടെ സഹായം നീട്ടുകയാണ്. എന്തിന്?
അവരെ റെസ്ക്യൂ ചെയ്യാൻ, അവർക്ക് അഭയം നൽകാൻ വേണ്ടി. നെക്സ്റ്റ് വി ഹാവ് അനദർ ക്യാരക്ടർ, ടെറി ഇൻ അവലാൻസ്. അവലാൻസിലെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് ടെറി. Terray, one of the members of Annapurna expedition led by Herzog, was blind. ഹെർസോഗിൻ്റെ അന്നപൂർണ എക്സ്പെഡിഷനിൽ പങ്കെടുത്ത ഒരു മെമ്പർ ടെറി, അദ്ദേഹം എങ്ങനെയായിരുന്നു? ഹി വാസ് ബ്ലൈൻഡ്, അന്ധനായിരുന്നു. ഈവൻ ബിഫോർ റീച്ചിങ് ക്യാമ്പ് ഫോറിലെത്തുന്നതിനും ഒരുപാട് മുമ്പ് തന്നെ ഹി ഗോട്ട് ഹിസ് ഫീറ്റ് ഫ്രോസ് ബിറ്റൺ. അദ്ദേഹത്തിൻ്റെ കാലുകളെല്ലാം മരവിച്ചു പോയിരുന്നു അല്ലേ. ഫ്രോസ് ബൈറ്റ് എന്ന് വെച്ചാൽ അതാണ്, കാലൊക്കെ വല്ലാതെ മരവിച്ച അവസ്ഥ. ഹി വാസ് എബൌട്ട് ടു ഗിവ് അപ്പ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുന്ന വക്കിലെത്തിയിരുന്നു. ബട്ട് ആഫ്റ്റർ എ വൈൽ, പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം ഹി റിട്ടേൺ ടു ഹിസ് ഫീറ്റ്, കാലിനൊക്കെ അല്പം ഭേദം തോന്നുകയാണ്. ആൻഡ് ജോയിൻഡ് അതേഴ്സ്, മറ്റുള്ളവരുടെ കൂടെ കൂടുന്നു. ടുവേർഡ്സ് ദ എൻഡ് വി ഫൗണ്ട് ഹിസ് അപ്പിയറൻസ് പിറ്റിഫുൾ. പക്ഷേ ഈ കഥയുടെ അവസാനം നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ട് അല്ലെ, പിറ്റിഫുൾ ആയിരുന്നു എന്ന്. ഹി വാസ് ക്ലിങ്ങിങ് ടു അങ്താർക്കി, തൻ്റെ കൂട്ടുകാരനായ അങ്താർക്കിയുടെ തോളിൽ തൂങ്ങിക്കൊണ്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. ഹിസ് ബേർഡഡ് ഫേസ് ഷോഡ് ഹിസ് പെയിൻ, അദ്ദേഹത്തിൻ്റെ ആ താടി വെച്ച മുഖം അദ്ദേഹത്തിൻ്റെ വേദന വ്യക്തമാക്കി തരുന്നു. ഹി വാസ് അണേബിൾ ടു മൂവ് എ ബിറ്റ് ഓൺ ഹിസ് ഓൺ, സ്വന്തമായി ഒരടി പോലും അല്പം പോലും നടക്കാൻ അശക്തനായിരുന്നു അദ്ദേഹം. ഹി ക്രൈഡ് ഔട്ട് ഇൻ എ കംപ്ലൈനിങ് ടോൺ അബൌട്ട് ഹിസ് ഹെൽപ്ലെസ്നെസ് ബീയിങ് ബ്ലൈൻഡ്. അദ്ദേഹം ഉറക്കെ നിലവിളിക്കുകയാണ്. ഇങ്ങനെ ഇനി കംപ്ലൈനിങ് ടോൺ, ഒരു കംപ്ലൈൻറ്റ് പോലെ അദ്ദേഹത്തിൻ്റെ നിസ്സഹായതയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ഉറക്കെ നിലവിളിക്കുന്നു. എന്തുകൊണ്ടാണ് നിസ്സഹായത? ബീയിങ് ബ്ലൈൻഡ്, അന്ധനായതുകൊണ്ട് അല്ലേ. ഹീ സെഡ് ദാറ്റ് ഹി വാസ് ഓൾ റൈറ്റ് ആൻഡ് ഇഫ് ഹി കുഡ് സീ ഹി വുഡ് കം ഡൗൺ ബൈ ഹിംസെൽഫ്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇഫ് ഹി കുഡ് സീ, അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഹി വുഡ് കം ഡൗൺ ബൈ ഹിംസെൽഫ്, അദ്ദേഹം സ്വയം താഴേക്ക് വന്നേനെ എന്ന്. ദിസ് ഓൾസോ ഷോസ് ദാറ്റ്, അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന നമുക്ക് കാണിച്ചു തരുന്നു ദാറ്റ് ഹി ഹാസ് ആൻ അൺയീൽഡിങ് മൈൻഡ്, അദ്ദേഹത്തിന് ഒരിക്കലും വഴങ്ങാത്ത, കീഴടങ്ങാത്ത ഒരു മനസ്സുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ഫിസിക്കൽ ലിമിറ്റേഷൻസ്, ശാരീരികമായി ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഉറച്ചതാണ്, അൺയീൽഡിങ് ആണ് അല്ലേ. അടുത്തത് പരീക്ഷയ്ക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം, ഗ്രാൻഡ് മദർ in How I Taught My Grandmother to Read. Okay, answer. Sudha Murty's grandmother, Krishtaka. ഗ്രാൻഡ്മദറിൻ്റെ പേര് നമുക്കറിയാം, കൃഷ്ടാക്ക എന്നാണ്. As we see in How I Taught My Grandmother to Read was a 62-year-old lady. ആ കഥയിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 62 വയസ്സായ സ്ത്രീയാണ് അവർ എന്ന് പറയുന്നത്. She was very loving and affectionate towards her grandchild. തൻ്റെ പേരക്കുട്ടിയോട് ഒരുപാട് ലവ് ആൻഡ് അഫെക്ഷൻ ഉള്ള ആളാണ്. ഷീ നെവർ വെൻറ്റ് ടു സ്കൂൾ. ഷീ വാസ് ഇല്ലിറ്ററേറ്റ്, ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. ബട്ട് ഷീ വാസ് വെരി ഡിസൈറസ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. പക്ഷേ അവർക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, ഡിസൈറസ് ആയിരുന്നു. എന്തിന്? ടു ലേൺ, പഠിക്കാൻ. എന്തിനൊക്കെ പഠിക്കാനാണ്? ടു റീഡ് ആൻഡ് റൈറ്റ്. ഷീ എൻജോയ്ഡ് ലിസണിങ് ടു സ്റ്റോറീസ്, എസ്പെഷ്യലി കാശി യാത്ര റിട്ടൺ ബൈ ത്രിവേണി. അവർക്ക് ഈ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ചും കാശിയാത്ര, ത്രിവേണി എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതിയ കാശിയാത്ര. ഷി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ്. അത്യധ്വാനിയായിരുന്നു അവർ, അർപ്പണബോധമുള്ളവരും ആയിരുന്നു. ഷീ സെറ്റ് എ ഡേ ടു കംപ്ലീറ്റ് ഹെർ ലേണിംഗ്. തൻ്റെ ആ പഠനം പൂർത്തിയാക്കാൻ ഒരു ഡേ അവർ സെറ്റ് ചെയ്തു, ഒരു സമയം അവർ പ്രഖ്യാപിക്കുകയാണ്. ആൻഡ് ഷീ വാസ് സക്സസ്ഫുൾ ഇൻ ഹെർ അറ്റംപ്റ്റ് ടു ലേൺ ടു റീഡ്. അവർ ഇതിൽ വിജയിക്കുകയും ചെയ്തു അവരുടെ ശ്രമത്തിൽ. She was a traditional lady who believed in touching the feet of God, elders and teachers. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാരണം മുതിർന്നവരുടെയും ദൈവത്തിൻ്റെയും അതുപോലെ ടീച്ചേഴ്സിൻ്റെയും കാൽ തൊട്ട് വണങ്ങണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. സിൻസ് ഹെർ ഗ്രാൻഡ് ചൈൽഡ് വാസ് എ ടീച്ചർ, തൻ്റെ പേരക്കുട്ടിയാണെങ്കിലും തൻ്റെ ടീച്ചറാണ് അല്ലേ, അതുകൊണ്ട് ഷീ ഡിഡൻറ്റ് ഹെസിറ്റേറ്റ് ടു ടച്ച് ഹെർ ഫീറ്റ്. ആ പേരക്കുട്ടിയല്ല അവരുടെ മനസ്സിൽ ടീച്ചറാണ്, അതുകൊണ്ട് ആ ടീച്ചറിൻ്റെ കാൽ തൊട്ട് വന്ദിക്കാൻ അവർ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്തില്ല, മടി കാണിച്ചില്ല. ദിസ് ലേഡി വിത്ത് ഫേം ഡിറ്റർമിനേഷൻ ആൻഡ് വിൽ പവർ ടച്ചസ് ദ റീഡേഴ്സ് ടു. ഈ ഒരു ഫേം ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനമുള്ള, അതുപോലെ തന്നെ വിൽ പവറുള്ള, മനഃശക്തിയുള്ള ഈ സ്ത്രീ
റീഡേഴ്സിൻ്റെ മനസ്സിനെയും സ്പർശിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് നരേറ്റർ ഇൻ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. അതായത് സുധാമൂർത്തിയാണ് നരേറ്റർ. അവരെക്കുറിച്ച് എഴുതാനാണ്. സുധാമൂർത്തി, ദ ഗ്രാൻഡ് ചൈൽഡ് ഓഫ് കൃഷ്ടാക്ക, വാസ് സോ ക്ലോസ് ടു ഹെർ ഗ്രാൻഡ് മദർ. കൃഷ്ടാക്കയുടെ ഗ്രാൻഡ് ചൈൽഡായിട്ടുള്ള സുധാമൂർത്തി അവരോട് വളരെ അടുപ്പമുള്ളവരായിരുന്നു. ഷീ ലവ്ഡ് ഹെർ സോ മച്ച് ആൻഡ് കോൾ ഹെർ അവ്വ. അവ്വ എന്നാണ് അവരെ വിളിച്ചത് സ്നേഹപൂർവ്വം. ഷീ യൂസ് ടു റീഡ് എ പോപ്പുലർ നോവൽ കാശിയാത്ര ഫോർ ഹെർ. അവർക്ക് വേണ്ടി കാശിയാത്ര എന്നുള്ള പോപ്പുലറായിട്ടുള്ള നോവൽ വായിക്കുമായിരുന്നു. ഷി വാസ് പേഷ്യൻറ്റ് ആൻഡ് ഹാപ്പി ടു സ്പെൻഡ് ടൈം വിത്ത് ഹെർ. വളരെ ക്ഷമാശീലയായ, തൻ്റെ മുത്തശ്ശിയുമായി ഒരുപാട് സമയം ചിലവഴിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളായിരുന്നു. ഷീ കുഡ് ടീച്ച് ഹെർ ഗ്രാൻഡ് മദർ കന്നഡ ആൽഫബറ്റ്. തൻ്റെ മുത്തശ്ശിക്ക് കന്നഡ അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അവൾ വിജയിച്ചു. ദി ഗ്രാൻഡ് മദർ റെസ്പെക്റ്റഡ് ഹെർ ആസ് എ ടീച്ചർ ആൻഡ് ഈവൻ ഗോസ് ടു ടച്ച് ഹെർ ഫീറ്റ്. ഗ്രാൻഡ് മദർ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് അവളെ റെസ്പെക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ കാല് തൊട്ട് വന്ദിക്കാനും അവർക്ക് മടിയുണ്ടായില്ല. ഷീ പ്രസൻറ്റഡ് ഹെർ ഗ്രാൻഡ് മദർ എ കോപ്പി ഓഫ് ദ നോവൽ കാശിയാത്രേ ടു മേക്ക് ഹെർ ഹാപ്പി. സുധാമൂർത്തി തൻ്റെ ഗ്രാൻഡ് മദറിന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കാശിയാത്ര എന്ന നോവലിൻ്റെ ഒരു കോപ്പി കൊടുത്തു. ദ ബോണ്ട് ബിറ്റ്വീൻ ദീസ് ടു ക്യാരക്ടേഴ്സ് ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. ഈ രണ്ടു പേരുടെയും അവർ തമ്മിലുള്ള ബന്ധം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അടുത്തത് ആനി പേഴ്സൺ ഇൻ മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ എന്നുള്ള കഥയിലെ ആനി പേഴ്സൺ, മിസ്സിസ് പേഴ്സണെ കുറിച്ച് എഴുതാനാണ്. ദ സ്റ്റോറി മദേഴ്സ് ഡേ റിവോൾവ്സ് അറൗണ്ട് എ ക്യാരക്ടർ മിസ്സിസ് പേഴ്സൺ. മിസ്സിസ് പേഴ്സണെ ചുറ്റിപ്പറ്റിയാണ് മദേഴ്സ് ഡേ എന്നുള്ള കഥ. ഷീ ഈസ് പ്ലസൻറ്റ് ബട്ട് വെറി ലുക്കിംഗ്. അവർ സന്തോഷവതിയാണെങ്കിലും ഒരു ദുഃഖം അവരുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ഷീ ഈസ് ടിമിഡ്, മീക്ക് ആൻഡ് കെയറിങ്. അവർ ഒരു ഭീരുവിനെ പോലെയാണ്. ടിമിഡ്, ചെറിയ ഭയമൊക്കെയുണ്ട്. മീക്ക്, അതിവിനയമുള്ളവരാണ് അല്ലേ, ആരോടൊന്നും ചൂടാതെ വളരെ മൈൽഡായിട്ട് പെരുമാറുന്ന ഒരാളാണ്. ആൻഡ് കെയറിങ്, എല്ലാവരെയും കെയർ ചെയ്യുന്നവരാണ്. മിസ്സിസ് പേഴ്സൺ സ്പീക്സ് ഇൻ എ ലൈറ്റ് ഹറിഡ് ടോൺ. വളരെ മൃദുവായ രീതിയിൽ, പക്ഷേ വളരെ ചടുലമായ രീതിയിലാണ് അവരുടെ സംസാരം. ഷീ ഈസ് സോ ഫോണ്ട് ഓഫ് ഹെർ ഫാമിലി ആൻഡ് റൺസ് ആഫ്റ്റർ ദം ഓൾ ദ ടൈം. അവരുടെ ഫാമിലി ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ സമയവും അവരുടെ കൂടെ, അവരുടെ പിന്നാലെ, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഉണ്ടാകും. ഹെർ എക്സസീവ് ലവ് ആൻഡ് കെയർ ഹാവ് സ്പോയിൽഡ് ദം. അവരുടെ അമിതമായിട്ടുള്ള സ്നേഹവും കെയറും എല്ലാം ആ കുടുംബത്തെ സ്പോയിൽ ചെയ്തിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു. ഹെർ ഫാമിലി ഇൻക്ലൂഡിങ് എ ഹസ്ബൻഡ് ആൻഡ് 2 grown-up children this turned selfish. അവരുടെ സ്വഭാവം കാരണം ഭർത്താവും അതുപോലെ വളർന്ന 2 കുട്ടികളും എന്തായി മാറിയിരിക്കുന്നു? സെൽഫിഷായി, സ്വാർത്ഥരായി മാറിയിരിക്കുന്നു. ദേ ഓൾവേസ് നെഗ്ലക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഹാർഷ് വേർഡ്സ് അഗെയിൻസ്റ്റ് ഹെർ. പലപ്പോഴും അവരെ അവഗണിക്കുകയും അവർക്കെതിരെ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു. ആസ് ഷീ വിഷ്ഡ് ഫോർ എ ഹാപ്പി അറ്റ്മോസ്ഫിയർ ഷീ ഡിഡ്ന്റ് റിയാക്ട്. കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കണമെന്ന ആഗ്രഹം അവർക്കുണ്ടായതുകൊണ്ട് ഒരിക്കലും റിയാക്ട് ചെയ്തില്ല. ഹവെവർ ഷീ വിഷസ് ടു get rid of their cruel treatment with the help of her friends. എന്നിരുന്നാലും ഷീ വിഷസ്, അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു to get rid of their cruel treatment, അവരുടെ ക്രൂരമായ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് മോചനം നേടാൻ with the help of her friend, തൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി. ഷീ ഈസ് സോ ടെൻഡർ ഹാർട്ടഡ്, അവരുടെ ഹൃദയം വളരെ ലോലമായിരുന്നു. that she is unable to see the rough treatment shown to her children by her friend. തൻ്റെ കൂട്ടുകാരിയെ സഹായത്തിന് വിളിച്ചതാണ് വീട്ടുകാരെയൊക്കെ നന്നാക്കാൻ വേണ്ടി. ആ കൂട്ടുകാരി തൻ്റെ മക്കളോടെല്ലാം കാണിക്കുന്ന ക്രൂരത കാണാൻ വേണ്ടി, അല്ലേ, ക്രൂരതയല്ല, റഫായിട്ടുള്ള പെരുമാറ്റം കാണാൻ അവർക്ക് സാധിച്ചില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ ദർ ഈസ് എ റാദർ ബോൾഡ് ബട്ട് അഫെക്ഷനേറ്റ് മിസ്സിസ് പേഴ്സൺ. കഥയുടെ അവസാനം കുറച്ചൊക്കെ ധൈര്യം നേടിയ, ഒന്നുകൂടി അഫെക്ഷനേറ്റ് ആയിട്ടുള്ള, അല്ലേ, ധൈര്യമുണ്ടെങ്കിലും അഫെക്ഷനേറ്റ് ആയിട്ടുള്ള മിസ്സിസ് പേഴ്സണെയാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ഈസ് ജോർജ് പേഴ്സൺ. George Pearson is a typical head of the house in the play Mother's Day. മദേഴ്സ് ഡേയിലെ ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള ഗൃഹനാഥനാണ് ജോർജ് പേഴ്സൺ. ഹീ ഈസ് എ മെയിൽ ഷവനിസ്റ്റ്. ഒരു ആൺകോയ്മ ഉള്ള ആളെ പോലെ പെരുമാറുന്ന ആൾ, അല്ലേ, മെയിൽ ഷവനിസ്റ്റാണ്. താനാണ് അവിടുത്തെ സുപ്പീരിയർ എന്നുള്ള തോന്നലുണ്ട്.
സ്ത്രീകൾക്കൊന്നുമല്ല, തനിക്കാണ് ഈ കുടുംബത്തിൻ്റെ എല്ലാ അധികാരവും എന്നുള്ള ഒരു ചിന്ത. അതാണ് മെയിൽ ഷവനിസം. ജോർജ് പേഴ്സൺ ഈസ് പോംപസ്, അരഗൻറ്റ് ആൻഡ് സെൽഫ് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് പോംപസ് ആണ്, എന്ന് വെച്ചാൽ കുറച്ച് പൊങ്ങച്ചക്കാരനാണ്. അരഗൻറ്റ്, കുറച്ച് ധിക്കാരമുള്ള ഗർവുള്ള ആളാണ്. ആൻഡ് സെൽഫ് ഇമ്പോർട്ടൻറ്റ്, അത് തന്നെയാണ് അർത്ഥം ഇവിടെ, സ്വയം പൊക്കി. He is careless of domestic duties and is unconcerned about his wife's wishes and pain. അദ്ദേഹം തൻ്റെ ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്, അതായത് ഗൃഹപരമായിട്ടുള്ള തൻ്റെ ചുമതലകൾ, വീട്ടിലെ ചുമതലകളെല്ലാം അദ്ദേഹം അവഗണിച്ചിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ചെല്ലാം കെയർലെസ് ആയിരുന്നു. ആൻഡ് ഹി ഈസ് അൺകൺസേൺഡ്. ഹി ഡിഡൻറ്റ് ഗിവ് എനി ഇമ്പോർട്ടൻസ് ടു ഹിസ് വൈഫ്സ് വിഷസ്. തൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് അത്ര താല്പര്യമൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല. അവരുടെ പെയിനിനെക്കുറിച്ചും അവരുടെ വിഷാദങ്ങളെക്കുറിച്ചും അയാൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. എൻഗ്രോസ്ഡ് മീൻസ് റാപ്റ്റ് എന്നാണ്, RAPT, മുഴുകുക. എൻഗ്രോസ്ഡ് ഇൻ ആൻ ഔട്ട്ഡോർ ലൈഫ്, ഏതു നേരവും പുറത്താണ്. ഹീ സ്പെൻഡ്സ് ഹിസ് ടൈം ഇൻ ദ ക്ലബ്, ക്ലബിൽ സമയം ചെലവഴിക്കുന്നു. വെർ ഹി ഹാസ് ഗോട്ട് എ ബാഡ് ഇംപ്രഷൻ അൺനോൺ ടു ഹിം. അദ്ദേഹത്തിന് അറിയാത്ത, തനിക്ക് കുറച്ച് ബാഡ് ഇംപ്രഷൻ ഉണ്ട് അല്ലേ, നാട്ടുകാർക്ക് അത്ര നല്ല അഭിപ്രായമില്ല, ക്ലബിലെ ആളുകൾക്ക് തന്നെക്കുറിച്ച് മോശം അഭിപ്രായവും ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. പീപ്പിൾ ദർ ഓഫൻ കോൾസ് ഹിം പോംപി പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ പോമ്പ് കാരണം, അല്ലെ വീമ്പ് പറച്ചിലൊക്കെ കാരണം ആളുകൾ അദ്ദേഹത്തെ പോംപി പേഴ്സൺ എന്നാണ് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് ഈസ് ഡോറിസ് പേഴ്സൺ ആൻഡ് സിറിൽ പേഴ്സൺ ഇൻ മദേഴ്സ് ഡേ. Doris Pearson and Cyril Pearson are two important characters in the play Mother's Day. Doris, the daughter of Mrs. Pearson, is perfectly spoiled. മകളായ ഡോറിസ് അവരുടെ അമ്മയുടെ ഈ സ്വഭാവം കാരണം ആകെപ്പാടെ സ്പോയിൽഡ് ആയിട്ടുള്ള ആളാണ് അല്ലേ. അവരുടെ സ്വഭാവം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഷീ വാണ്ട്സ് ടു ബി വെയ്റ്റഡ് അപ്പോൺ ബൈ ഹർ മദർ. എല്ലാ കാര്യത്തിലും അമ്മ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. തൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യണം. ഷീ ടേക്സ് നോ പെർമിഷൻ ഫോർ ഗോയിങ് ഔട്ട്. ഒന്ന് പുറത്തു പോകണമെങ്കിൽ ആരോടും ചോദിക്കുന്നില്ല, അങ്ങോട്ട് പോകും. ഷീ വീവ്സ് ഇൻ എവറി പോസിബിൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈസ് ഹൈലി ഇമ്മച്ചുവർ. സാധ്യമാകുന്ന സമയത്തെല്ലാം, അവസരം കിട്ടുമ്പോഴെല്ലാം അവളങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് കരയുകയും ചെയ്യും. ആൻഡ് ഈസ് ഹൈലി ഇമ്മച്ചുവർ. ഒരിക്കലും ഒരു പക്വത വന്ന രീതിയിലല്ലായിരുന്നു അവരുടെ പെരുമാറ്റം. സിറിലാണെങ്കിലോ ഈക്വലി പാമ്പേർഡ് ആൻഡ് ഇമ്മച്ചുവർ. ഡോറിസിനെ പോലെ തന്നെ ലാളിച്ചു വളർത്തിയ ഒരാളാണ്, അതുപോലെ തന്നെ ഇമ്മച്ചുവറാണ്. ആൻഡ് ഹി വാണ്ട്സ് ടു ബി വെയ്റ്റഡ് അപ്പോൺ ബൈ ഹിസ് മദർ. അവൻ്റെയും ആഗ്രഹം അമ്മ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് അല്ലേ. തൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഔട്ട്ഡോർ ലൈഫ് ലൈക്ക് ലേറ്റ് നൈറ്റ് പാർട്ടിയിങ് ആൻഡ് ബെറ്റിംഗ് ഇൻ ഹോഴ്സ് റേസിംഗ്. അവൻ്റെ താല്പര്യം അതൊക്കെയാണ്. പുറത്ത് പാർട്ടിക്ക് പോവുക രാത്രി, അതുപോലെ തന്നെ ഹോഴ്സ് റേസിങ്ങിൽ ബെറ്റൊക്കെ നടത്തുക, അതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ താല്പര്യം. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ഇൻ മദേഴ്സ് ഡേ. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ഹാസ് എ വൈറ്റൽ റോൾ ടു പ്ലേ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്ലോട്ട്. കഥയുടെ വികസനത്തിന് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് എന്നുള്ള റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷീ ഈസ് ദ നെയ്ബർ ഓഫ് പേഴ്സൺസ്. മിസ്സിസ് പേഴ്സൻ്റെ അയൽവാസിയാണ്. ഷീ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഫോർച്യൂൺ ടെല്ലർ. ഭാവി പറയുന്ന ഒരാളായിട്ടാണ് അവളെ ഈ കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. It is through the initial conversation between her and Mrs. Pearson that we understand the problems that Mrs. Pearson faces. Mrs. Pearsonൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാവുന്നത് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നാണ്. Mrs. Fitzgerald dedicatedly analyzes the situation, suggests a remedy and becomes the voice of the playwright. ഫിറ്റ്ജെറാൾഡ് അങ്ങനെയാണ്, ഡെഡിക്കേറ്റ്ലി അനലൈസസ്, വളരെ അർപ്പണബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു റെമഡി, ഒരു പരിഹാരം സജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ബിക്കംസ് ദ വോയിസ് ഓഫ് ദ പ്ലേറൈറ്റ്. എഴുത്തുകാരൻ്റെ ശബ്ദമായി തീരുകയാണ് നമ്മുടെ ഫിറ്റ്ജെറാൾഡ്. സിൻസ് മിസ്സിസ് പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ദ ഗട്ട്സ് ടു സ്റ്റാൻഡ് ഓൺ ഹെർ ഓൺ. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഗട്ട്സ് മിസ്സിസ് പേഴ്സൺ ഇല്ലാത്തത് കാരണം മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് സജസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് പേഴ്സണാലിറ്റീസ്. അവർ തമ്മിലുള്ള പേഴ്സണാലിറ്റി എക്സ്ചേഞ്ചിന് സജസ്റ്റ് ചെയ്യുകയാണ് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്. With the personality of Mrs. Pearson, she reforms the spoiled characters. അങ്ങനെ മിസ്സിസ് പേഴ്സൻ്റെ പേഴ്സണാലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ആ സ്പോയിൽഡ് ആയിട്ടുള്ള എല്ലാ സ്വഭാവക്കാരെയും അവർ റിഫോം ചെയ്യുന്നു അല്ലേ. കേടുവന്ന സ്വഭാവമെല്ലാം നന്നാക്കുന്നു. ഷീ പ്രൂവ്സ് ഹെർസെൽഫ്
a good actor in front of Mrs. Pearson family. Mrs. Pearson's family അല്ലേ, മിസ്സിസ് പേഴ്സൻ്റെ ഫാമിലി അവരുടെ മുമ്പിൽ നല്ലൊരു അഭിനയം കാഴ്ചവെക്കുകയാണ് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്. നെക്സ്റ്റ് ഈസ് റസ്കിൻ ബോണ്ട്, മൈ എക്സെൻട്രിക് ഗസ്റ്റ്. എക്സെൻട്രിക് ഗസ്റ്റിലെ റസ്കിൻ ബോണ്ടിനെ കുറിച്ച് പറയാനാണ്. റസ്കിൻ ബോണ്ട്, ദ ഓതർ ഓഫ് മൈ എക്സെൻട്രിക് ഗസ്റ്റ്, ഈസ് സോ ക്ലോസ് ടു നേച്ചർ ആൻഡ് ലീവ്സ് ഓവർ ദ. പ്രകൃതിയുമായി അടുത്ത് ജീവിക്കുന്ന ആളാണ്. ഇൻ ഹിസ് എക്യൂർ ലോൺലിനെസ്, തൻ്റെ ഏകാന്തതയിൽ, എവിടെയുള്ള ഏകാന്തത, ഇൻ ഹിമാലയൻ വാലി, Ruskin Bond was not reluctant to welcome insects, birds and little wild creatures that stray into his cottage. തൻ്റെ വീട്ടിലേക്ക് ഇഴഞ്ഞു വരുന്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇൻസെക്റ്റിനെയും ബേഡ്സിനെയും ചെറിയ ജീവികളെയും എല്ലാം തൻ്റെ ഏകാന്തവാസത്തിനിടയിലേക്ക് ക്ഷണിക്കാൻ അദ്ദേഹം റിലക്റ്റൻ്റ് ആയിരുന്നില്ല, എന്നുവെച്ചാൽ മടി കാണിച്ചില്ല. ഹി ട്രീറ്റഡ് ദം ആസ് ഗസ്റ്റ്സ്, ഗസ്റ്റുകളായിട്ട് കണ്ടു അവരെ. ഹിസ് ഓപ്പൺ വിൻഡോസ് ദാറ്റ് അലൗ പ്ലന്റി ഓഫ് ഫ്രഷ് എയർ ഇൻ ടു ഹിസ് റൂം was also a welcome door to these guests. അദ്ദേഹത്തിൻ്റെ തുറന്ന ജനാലകൾ, ഫ്രഷ് എയർ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ആ ജനാലകൾ ആരെയും വെൽക്കം ചെയ്തു. ഓൾസോ എ വെൽക്കം ഡോർ ടു ദീസ് ഗെസ്റ്റ്, ഈ ഒരു ഗസ്റ്റുകളുടെയും വെൽക്കം ഡോറായി വർത്തിച്ചു. ഹി വാസ് നോട്ട് ദാറ്റ് സെൽഫിഷ്, അദ്ദേഹം ഒരിക്കലും സെൽഫിഷ് ആയിരുന്നില്ല. ടു ഡ്രൈവ് ദം എവേ ഔട്ട് ടു ദ ഹെവി മൺസൂൺ റെയിൻ, അവരെ മഴയത്തേക്ക് ആട്ടിവിടാൻ മാത്രം സെൽഫിഷ് ആയിരുന്നില്ല, സ്വാർത്ഥനായിരുന്നില്ല അദ്ദേഹം. Next, Michael Stone in True Height. Michael Stone was the son of Bert Stone and Mildred Stone. He was blind since childhood. കുട്ടിക്കാലം മുതൽക്ക് തന്നെ മൈക്കൽ ഡ്രീംഡ് ഓഫ് ഫ്ലൈയിങ്, പറക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു അവൻ. ആസ് ഹിസ് മദർ റെഡ് ഹിം മെനി സ്റ്റോറീസ് അബൌട്ട് ഫ്ലൈയിങ്, കാരണം അവൻ്റെ അമ്മ ഒരുപാട് പറക്കലിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. True Height shows the height of a boy's personality and his determination to succeed in spite of his blindness. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയാണ്, വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ അവൻ്റെ ഡിറ്റർമിനേഷൻ, അല്ലേ, ഉറച്ച തീരുമാനം. എന്തിനുള്ളത്? ടു സക്സീഡ്, വിജയിക്കാനുള്ള ആ ഒരു അഭിവാഞ്ച, തൻ്റെ ബ്ലൈൻഡ്നെസ്സിനിടയിലും വിജയിക്കണം എന്നുള്ള ആ ഒരു കഠിനമായിട്ടുള്ള ആഗ്രഹം. അതാണ് നമുക്ക് ഈ ട്രൂ ഹൈറ്റിലൂടെ കാണുന്നത്. Michael's very careful and regimented weightlifting program and workouts were monitored by his father, coach and trainer. അവൻ്റെ വളരെ റെജിമെൻറ്റഡ് ആയിട്ടുള്ള, ഓർഡർലി, കൃത്യമായിട്ടുള്ള ചില പ്രോഗ്രാംസ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് പ്രോഗ്രാംസും അതുപോലെ തന്നെ വർക്കൗട്ടും എല്ലാം മോണിറ്റർ ചെയ്തിരുന്നത്, എല്ലാം സൂപ്പർവൈസ് ചെയ്തിരുന്നത് ഫാദറാണ്. ഫാദർ എന്ന് പറയുന്നത് കോച്ചും ട്രെയിനറും കൂടിയാണ്, അല്ലേ. മൈക്കൽ വാസ് എ ഡെഡിക്കേറ്റഡ്, determined and disciplined student. Besides being an honest student and only child, Michael helped his parents on their farm. നല്ലൊരു കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ, ഒരേ ഒരു മകനായിരുന്നത് കൊണ്ടും മൈക്കൽ പാരൻസിനെ ആ ഫാമിലെല്ലാം സഹായിച്ചിരുന്നു. He strived for perfection. പെർഫെക്ഷന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. which became his obsession and passion. അതവൻ്റെ കഠിനമായ ആഗ്രഹമായിരുന്നു, അതവൻ്റെ ഉള്ളിലുള്ള ഒരു വികാരം തന്നെയായിരുന്നു എന്ന് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലൈയിങ് ആസ് ഹൈ ആസ് എ 2-story ബിൽഡിംഗ് വാസ് മൈക്കൽ സ്റ്റോൺസ് ഡ്രീം. അവൻ്റെ സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ. ഈ നിറക്കെട്ടതിൻ്റെ മുകളിലേക്ക് അത്രയും ഉയരത്തിൽ പറക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ സ്വപ്നം. അറ്റ് ദ ഏജ് ഓഫ് 17 he cleared the pole vault bar that is set 17 feet 6.5 inches and created national and international junior Olympics record. അങ്ങനെ 17 അടി 6 ഇഞ്ച് ചാടി ജൂനിയർ ഒളിമ്പിക്സ് റെക്കോർഡ്, ഇൻ്റർനാഷണൽ ജൂനിയർ ഒളിമ്പിക്സ് നാഷണൽ റെക്കോർഡും ഇൻ്റർനാഷണൽ റെക്കോർഡും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു 17-ാം വയസ്സിൽ. അടുത്തത് ബേർട്ട് സ്റ്റോണിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ബേർട്ട് സ്റ്റോൺ, ഫാദർ ഓഫ് മൈക്കൽ സ്റ്റോൺ, വാസ് എ റിയലിസ്റ്റ് നോട്ട് എ ഡ്രീമർ. അദ്ദേഹം ഒരു റിയലിസ്റ്റ് ആയിരുന്നു, സ്വപ്നജീവി ആയിരുന്നില്ല. ഹി ബിലീവ്ഡ് ഇൻ ഹാർഡ് വർക്ക് ആൻഡ് സ്വെറ്റ്. വിയർപ്പിലും കഠിനാധ്വാനത്തിലും വിശ്വസിച്ചു അദ്ദേഹം. ഹിസ് മോട്ടോ വാസ്, അദ്ദേഹത്തിൻ്റെ മോട്ടോ എന്തായിരുന്നു? ഇഫ് യു വാണ്ട് സംതിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വർക്ക് ഫോർ ഇറ്റ്, അതിനുവേണ്ടി അധ്വാനിക്കണം എന്നുള്ളതായിരുന്നു. ഹി വാസ് മൈക്കൽസ് കോച്ച്, മൈക്കലിൻ്റെ കോച്ചായിരുന്നു അദ്ദേഹം. മൈക്കൽസ് കെയർഫുൾ ആൻഡ് റെജിമെൻറ്റഡ് ട്രെയിനിങ് വാസ് ക്ലോസ്ലി മോണിറ്റർഡ് ബൈ ഹിസ് ട്രെയിനർ. അങ്ങനെ മൈക്കലിൻ്റെ എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങും വളരെ ഡീറ്റെയിൽഡായിട്ട് സൂപ്പർവൈസ് ചെയ്തിരുന്നത് ഈ ട്രെയിനറായിരുന്നു. മൈക്കൽസ് ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിസിപ്ലിൻ വർ ഹിസ് ഡ്രീം ആസ് എ കോച്ച്. ഒരു കോച്ച് എന്ന നിലയ്ക്ക് മൈക്കലിൻ്റെ അർപ്പണബോധവും
ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനവും അതുപോലെ തന്നെ ഡിസിപ്ലിൻ, അച്ചടക്കവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഓൺ വിന്നിംഗ് ദ പോൾ വാൾട്ട് ഇവൻറ്റ് ഇൻ ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ്, ബേർട്ട് വാസ് ഹഗിങ് ഹിസ് വൈഫ് ആൻഡ് ഷെഡിങ് ടീയേഴ്സ് ഓഫ് പ്രൈഡ്. മകൻ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ് നേടിയപ്പോൾ ബെർട്ട് തൻ്റെ ഭാര്യയെയും കെട്ടിപ്പിടിച്ച് അഭിമാനം കൊണ്ട് കണ്ണുനീർ കൊഴിക്കുകയായിരുന്നു. ദിസ് ഷോസ് ഹൗ ടെൻഡർ ഹിസ് ഹാർട്ട് വാസ്. ഇതിൽ നിന്ന് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഹൃദയം എത്രത്തോളം ലോലമാണ് എന്ന്. ഹി വാസ് സോ അറ്റാച്ച്ഡ് ടു ഹിസ് സൺ ഇമോഷണലി. തൻ്റെ മകനോട് വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളായിരുന്നു അദ്ദേഹം. അടുത്തത് മിൽഡ്രഡ് സ്റ്റോണിനെ കുറിച്ചാണ്. മൈക്കേൽസ് മദർ മിൽഡ്രഡ് സ്റ്റോൺ വാസ് മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്റ്റോറീസ്. കഥകളാൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ, കഥകളാലും കെട്ടുകഥകളും ഒക്കെ ആയിട്ട്. The stories she told her son were always ones that described the land from a bird's eye view. ഒരു പക്ഷിയുടെ നിരീക്ഷണം എങ്ങനെയാണോ ഉയരത്തു നിന്ന് ഉണ്ടാവുക, അതേ രീതിയിലുള്ള കാഴ്ചകളാണ് കഥയുടെ രൂപത്തിൽ അമ്മ പറഞ്ഞു കൊടുക്കുക. She made blind Michael's dreams full of color and beauty. അങ്ങനെ അവരാണ് മൈക്കലിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറവും ഭംഗിയും പകർന്നു കൊടുത്തത്. When Michael was undergoing regimented and restless training under the supervision of his father, she wanted him to relax a bit more and be that free dreaming little boy. മൈക്കൽ അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് ഫാദറിൻ്റെ സൂപ്പർവിഷനിൽ എന്ത് ചെയ്യാണ്, ട്രെയിനിങ് നടത്തുന്ന സമയത്ത് അവരുടെ ആഗ്രഹം എന്തായിരുന്നു? ഷീ വാണ്ടഡ് ഹിം റിലാക്സ് എ ബിറ്റ്. അവൻ കുറച്ച് റിലാക്സ് ചെയ്യണം അല്ലേ, ഒരു പഴയ രീതിയിൽ ഒരു ഫ്രീ ഡ്രീമിങ് ലിറ്റിൽ ബോയ് ആയിട്ട് മാറണം എന്നൊക്കെയായിരുന്നു അമ്മയുടെ ആഗ്രഹം. ദ അഡ്വൈസ് ഓഫ് മിൽഡ്രഡ് ഹെൽപ്ഡ് ഹിം അറ്റ് മൊമെൻറ്റ്സ് ഓഫ് ടെൻഷൻ ആൻഡ് ആങ്സൈറ്റി. ചില സമയത്ത് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയത്തെല്ലാം അമ്മയുടെ ഉപദേശങ്ങൾ അവന് സഹായകമായിട്ടുണ്ടായിരുന്നു. ഷീ ഓൾവേസ് ടോൾഡ് ഹിം, അവർ എപ്പോഴും അവനോട് പറയാറുണ്ട്, ടു ടേക്ക് ഡീപ്പ് ബ്രെത്ത്സ്, ദീർഘനിശ്വാസം ചെയ്യാൻ. ഏത് സമയത്ത്? വെൻ ഹി ഫെൽ ടെൻസ്ഡ്, ആങ്ഷ്യസ് ഓർ ഈവൻ സ്കെയർഡ്. ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത്, ആങ്ഷ്യസ് ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്കെയർ ഭയമുണ്ടാകുന്ന സമയത്ത് ഒരു ദീർഘനിശ്വാസം വിട്ടാൽ മതി എന്ന് പറയുമായിരുന്നു. സോ ഹി റിമെമ്പേർഡ് ഹിസ് മദർ ജസ്റ്റ് ബിഫോർ ഹിസ് ഫൈനൽ ജംപ്സ്. അങ്ങനെ തൻ്റെ അവസാന ചാട്ടം അല്ലെ, ഫൈനൽ ജമ്പിൻ്റെ സമയത്ത്, ടെൻഷൻ ഉണ്ടായ സമയത്ത് അമ്മയെ ഓർക്കുകയാണ്. വാട്ട് ഓൾ ഹിസ് അച്ചീവ്മെൻറ്റ്സ് വെർ, ഹി ഈസ് ഒബ്ലിജ്ഡ് ടു ഹിസ് മദർ ഫോർ ദം. അവൻ എന്തൊക്കെ നേട്ടമുണ്ടായാലും അതിനെല്ലാം അവൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. അടുത്തത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഭാര്യയായ അഞ്ജലി ടെണ്ടുൽക്കറെ കുറിച്ച്. സച്ചിൻ കോൾസ് മീറ്റിംഗ് ഹിസ് വൈഫ് അഞ്ജലി ആസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ്. സച്ചിൻ വിളിക്കുന്നത്, ആരെ വിളിക്കുന്നത്? മീറ്റിംഗ് ഹിസ് വൈഫ് അഞ്ജലി, തൻ്റെ ഭാര്യയുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ചയെ വിളിക്കുന്നത് എന്തായിട്ടാണ്? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ് എന്നുള്ള രീതിയിലാണ്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം, അങ്ങനെയാണ് സച്ചിൻ അതിനെ വിളിച്ചത്. ബീയിങ് എ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ദർ വാസ് എ വണ്ടർഫുൾ കരിയർ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. അവരുടെ മുമ്പിൽ, അഞ്ജലിയുടെ മുമ്പിൽ വളരെ വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. വെൻ ദേ ഡിസൈഡഡ് ടു ഹാവ് എ ഫാമിലി, അവരൊരു കുടുംബം ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അഞ്ജലി ടുക്ക് ദ ഇനീഷ്യേറ്റീവ് ടു സ്റ്റെപ്പ് ബാക്ക്. അഞ്ജലിയാണ് മുൻകൈയെടുത്തത്. എന്തിന്? ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ. ആൻഡ് സേ ദാറ്റ്, ഇതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, തൻ്റെ കരിയറിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ വേണ്ടി, ഡോക്ടർ ആവുന്നതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അവർ തയ്യാറാവുകയും ഒരു കാര്യം പറയുകയും ചെയ്തു. യു കണ്ടിന്യൂ വിത്ത് യുവർ ക്രിക്കറ്റ്, നിങ്ങൾ നിങ്ങളുടെ ക്രിക്കറ്റുമായി മുമ്പോട്ട് പോവുക. ആൻഡ് ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫാമിലി, കുടുംബം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയും ചെയ്തു. ഷി വാസ് സോ പേഷ്യൻറ്റ്, ഒരുപാട് ക്ഷമയുള്ളവരായിരുന്നു. ആൻഡ് ഓൾവേസ് സ്റ്റേഡ് ബൈ ഹിസ് സൈഡ് ത്രൂ ഓൾ ദ അപ്സ് ആൻഡ് ഡൗൺസ്. എല്ലാ ജീവിതത്തിൻ്റെ കയറ്റവും ഇറക്കവും അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ, എല്ലാ ഉയർച്ച താഴ്ചകളിലും സച്ചിൻ്റെ കൂടെ നിന്ന ആളായിരുന്നു അഞ്ജലി ടെണ്ടുൽക്കർ. യു ആർ ദ ബെസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഐ ഹാവ് ഹാഡ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ് നീ എന്നാണ് സച്ചിൻ ആ ഫെയർവെൽ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചസ്. ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ട് പോവുക. 2-3 ക്യാരക്ടർ സ്കെച്ചുകൾ ചോദിക്കാം. അതുപോലെ തന്നെ പലപ്പോഴും ഇത് ചില ഉത്തരങ്ങളൊക്കെ എഴുതാൻ സഹായകമായേക്കാം. ഓക്കെ, ഏതായാലും വിഷ് യു ഓൾ എ സക്സസ്ഫുൾ ഫ്യൂച്ചർ. താങ്ക് യു.